ശാന്തു ബ്യൂട്ടി പാർലറിലെ കുറെ സമയം എടുക്കോ? ബാക്കിയുള്ളവർക്ക് കുറെ സമയം എടുക്കും, പക്ഷെ എനിക്ക് ദൈവം തമ്പുരാൻ സൗന്ദര്യം വാരിക്കോരി തന്നോണ്ട് ടച്ചപ്പ് മാത്രം ചെയ്താൽ മതി. ആ ടച്ചപ്പ് ചെയ്യണ കൂട്ടത്തില് കുറച്ച് പുട്ടി കൊടുത്ത് പേച്ചർ കൂടെ ചെയ്യാൻ പറ. മൊത്തം കുഴിയായി. കുഴിയൊക്കെ ഞാൻ രാവിലെ ഇരുന്ന് കുത്തി കുഴിച്ചത് തന്നെ. ബ്യൂട്ടി പാർലറിൽ പൈസ കൊടുക്കണല്ലേ, അവർക്ക് ഈ മോന്തായത്ത് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? പിന്നെ കൊച്ചു, ഞാൻ എന്റെ പിരിയം ത്രെഡ് കേട്ടാ. ഇത് ത്രെഡ് ചെയ്യാന്നാലേ ഇന്നൊന്നും വരാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, വഴിച്ചിറക്കാൻ പറ. നിനക്കെന്റെ സൗന്ദര്യത്തിൽ നല്ല അസൂയുണ്ടല്ലേടി. അയ്യോ, ഈ സൗന്ദര്യത്തിന് അസൂയപ്പെടേക്കാളും നല്ലത് ഞാൻ എന്റെ തല റെയിൽവേ പാളത്തിൽ കൊണ്ട് വെക്കണതാണ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചോ? ഞാനേ മിസ്റ്റർ വാണ്ടത്തിന് പേര് കൊടുത്ത് അതിനുള്ള ഒരുക്കത്തിനാണ് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോണേ. അപ്പൊ ലാസ്റ്റ് പ്രൈസ് നിനക്ക് ഉറപ്പിച്ചല്ലേ? അല്ല, ലാസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് ഞാൻ ദൈവം തമ്പുരാനെ പ്രാർത്ഥിക്കാം. മിസ്റ്റർ വാണ്ടത്തിന് 3 വാക്കും കൂടെ പഠിക്കണം. നീ അവിടെ എന്തൊരു ഡാൻസ് കളിക്കാനാ പോണ? മറ്റേ ചുമല വിരിപ്പി കൂടെ നടന്നു പോണതേ കാറ്റ് വാക്ക്. ഈ കാറ്റ് വാക്കെന്ന് പറയുമ്പോഴേ പൂച്ചയെ പോലെ 4 കാലിൽ നടക്കണോ? പൂച്ചയെ പോലെ 4 കാലിൽ നടന്നാൽ മാത്രം പോരാ, പൂച്ചയെ പോലെ പൊരിച്ച മീനെ കടിച്ചു പിടിച്ചുകൂടെ നടക്കണം. എടി പൊട്ടിക്കാളി, കാറ്റ് വാക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കുലുങ്ങി നടക്കണം. ആ കുലുക്കത്തിനാണ് ജഡ്ജസ് മാർക്കെണ്ണ, അറിയാമോ? എന്റെ ആദ്യത്തെ കുലുക്കം കാണുമ്പോഴേ ജഡ്ജസ് മാർക്കിട്ട് തുടങ്ങിക്കോളും. നീ കുലുങ്ങി നടന്നാണ്. പിന്നെന്ത്, ആ കോലി ചെരുപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ നടക്കായിരുന്നു. സ്ലിപ്പർ ഇട്ടിട്ട് വരെ നീ വളമ്പിയാണോ നടക്കണത്? അപ്പോഴാണ് കോലി ചെരുപ്പ്. നടയടി. ഇത് കാറ്റ് വാക്കാണ്, അല്ലാതെ ഗ്യാസ് വാക്കല്ല. നിനക്ക് ഗ്യാസ് കയറി എങ്ങനെ നടക്കാൻ? എന്നാ ഞാൻ ഒന്നുകൂടെ നടക്കാം. എവൾ ആരടിക്കാൻ പോണ്? നീ എന്താടി കൊട്ടപ്രമികളെ, നീ ആരടിക്കാൻ പോണ്? ഗുണ്ടേടെ നീ. ശാന്തയ്ക്ക് മാർക്ക് തന്നില്ലെങ്കിൽ എല്ലാത്തിനും അടിക്കും. നീ ചേരാവല്ല പൈസയും കൊടുത്തിരുന്ന 3000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചേർന്ന പണിയല്ല ശാന്തു ഇത്. നീ എന്നെ തളർത്തരുത്. നിന്നെ തളർത്തിയതല്ല, നീ ഓരോന്ന് കാണിക്കുമ്പോഴേ എനിക്കാണ് തളർവാദം വരണത്. വള്ളം വലിച്ച് വിളിക്കണം. എന്ത് വള്ളം വലിച്ച്? അല്ല ചേച്ചി, അത്യാവശ്യമായ ഒരു കമ്മിറ്റി കൂടണം, നിങ്ങൾ പെട്ടെന്ന് എത്തണം. നിങ്ങൾ എന്തിനാ ആജ്ഞാപിക്കണം പെണ്ണുപിള്ളേ? കുസു, നമുക്കൊരു കമ്മിറ്റി കൂടണം. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അതോ ഞാൻ ഒരു കാർ അയക്കണോ അങ്ങോട്ട്? വേണ്ട, എത്തിക്കോളാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിസ്റ്റർ വാണ്ടത്തിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ശാന്തകുമാരി. താങ്ക് യു മിസ്റ്റർ വാണ്ടർ. ട്രോഫി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ചലിക്കാം. പെട്ടെന്ന് കുടുംബശ്രീയിലെ കമ്മിറ്റി വെച്ചെന്ന് അങ്ങോട്ട് പോണം. അപ്പൊ ബ്യൂട്ടി പാർലർ ശാന്തു, ദൈവം ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് പൊരുത്തപ്പെടുക. അങ്ങനെയാണെങ്കിലേ നിന്റെ വെപ്പും തിരിപ്പനും ഊരി കളയടി. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോവാം. പോയിട്ട് വേണം എന്റെ മുഖം ഒന്ന് മിനുക്കാൻ. അങ്ങനെയാണെങ്കിൽ കടയിൽ കയറി സാൻഡ് പേപ്പർ കൂടെ വാച്ചോട്ട് പോവാം. നല്ലതാണ് മിനുങ്ങും. കുറെ നേരം ആയില്ല. കലോത്സവ വേദിയാ. എന്തിനു ചെയ്താൽ നമ്മൾ ആസ്വദിച്ചു വേണം ചെയ്യാൻ. എന്തോ വലിയ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരട്ടിട്ട് ഇപ്പൊ കൊറേ നേരമായി. ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ 2 സീരീസ് കണ്ടു തീർത്തേനാ. അരിയും പൊരിയും തിരിച്ചറിഞ്ഞൂടാത്ത നിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കോടി? ചോറ് വെക്കാൻ ഒരു തിയേറ്ററിൽ കഴിക്കാൻ കിട്ടുന്നത് അവന്റെ എഡ്യൂക്കേഷൻ ചോദ്യം ചെയ്യാൻ വന്നേക്കണേ. ഒന്ന് നിർത്ത്. നമ്മുടെ ശത്രുക്കൾ വീണ്ടും തലപൊക്കി തുടങ്ങി. അരിവാളെടുത്തേ ചെതറി വിടട്ടാങ്ങ്. കോളിലക്കം കുടുംബശ്രീയിലെ രാജിയും സുറുമയും ചേർന്ന് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുകയാണ്. നിനക്ക് നാണമില്ലേ ശാന്തേ ഫ്രീ ആണെന്ന് ചോദിക്കാൻ? ചോദിക്കണില്ല, എഴുതി കാണിക്കാം. അവര് ഓരോ ദിവസം ഓരോ സംരംഭം കെട്ടിപ്പൊക്കി കൊണ്ടുവരികയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ സംരംഭത്തിനെ പറ്റി കുറ്റം പറഞ്ഞ് സമയം കളഞ്ഞോണ്ടിരിക്കുകയാണ്. അതിനോട് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നീ സജ്ജകുച്ച അച്ചാറിനെ പറ്റി പറയുന്നില്ല? പൂത്തുപോയ അച്ചാറിനെ പറ്റി എന്തിനു പറയാനാണ്? എന്നാ കുടുംബശ്രീ അക്ഷയ സെന്ററിനെ പറ്റി പറയാലോ. ഒറ്റ ദിവസം കൊണ്ട് നശിച്ച് നാറാണക്കല്ലെടുത്ത ഒന്നിനാ ഞാൻ സംരംഭം മാറ്റിയിട്ട് ഒരിക്കലും കൂട്ടിയിട്ടില്ല. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് എന്തേ മറന്നുപോയോ നീ? അത് മറക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ കാഴ്ചശക്തി ഉള്ളവർ നമ്മുടെ ക്യാമ്പിൽ വന്നതിന് ശേഷം പൂർണ്ണമായി കാഴ്ചശക്തി ഇല്ലാത്തവരായി.
ഇതൊക്കെ നമ്മുടെ ചെറിയ പിഴവുകളാണ്. നമ്മളെ പിഴ കൊണ്ടല്ല, നമ്മളെ നയിക്കണ ഒരു പ്രസിഡന്റ് മഹാപിഴ ആയതുകൊണ്ടാണ്. സന്ദ്രി, പ്രസിഡന്റായ എന്നെ നീ ഇനി അധിക്ഷേപിച്ചാൽ 30 രൂപ ഫൈൻ ഈടാക്കുന്നതായിരിക്കും. പാല് വാങ്ങാനുള്ള പൈസ ആവുമല്ലേ, ഇപ്പൊ തരാ. കണ്ടുപിടിച്ച് ഇതിനെ കുറച്ച് ഒത്തൊരുമയില്ല. എല്ലാരും കൂടെ കൂടിക്ക്, ഞാനൊരു ഒത്തുപിടിച്ചൊരു ഉമ്മ തരാനല്ല പറഞ്ഞത്, ഒത്തൊരുമ, സംഘടിത ബലമില്ലാന്ന്. നമുക്കൊരു സംരംഭം തുടങ്ങണം. ചേച്ചി, നേരത്തെ തുടങ്ങിയ സംരംഭത്തിൽ നിൽക്കാൻ നാട്ടുകാരെന്ന് കിട്ടിയ അടി കൊണ്ടുള്ള ശരീരം ഈ തൈലമൊക്കെ ഇട്ട് ഒന്ന് നോന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ സംരംഭവും കൂടി തുടങ്ങിയാൽ നമുക്ക് തൈലിടേണ്ടി വരൂല, നേരെ കല്ലറയിലോട്ട് എടുക്കാം. തന്നെ മരണത്തിൽ എന്നെ നീ വെറുതെ വിടൂലല്ലേ? ഇല്ല. എന്നാലും നിങ്ങൾ എന്തോ പറയുന്നു? സുഖം, അങ്ങനെ പോകുന്നു. അതല്ല സംരംഭത്തിന്റെ കാര്യം. ഞങ്ങൾ ആരും ഇല്ല എന്ന് പറയുന്നു. അതെ. അല്ലെങ്കിലും ചില എല്ലാത്തിനും ഒറ്റയ്ക്ക് തന്നല്ല. ആരും വീഴരുത്, സെന്റ് തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി, എന്റെ വീടിന് 2ാമത്തെ നില പണിയണം. വല്ലതും ഉണ്ടെങ്കിൽ മറിച്ചു കൊടുത്ത് ഞാൻ ഇപ്പൊ വറിയടിച്ചിരിക്കണം. ഓരോരുത്തർക്ക് വേണ്ടി ചോരൂറ്റ ഫിനാൻസ് ചെയ്ത് മാനേജർ അടവടയ്ക്കാത്തോണ്ട് വിളിച്ചപ്പോ ആ മാനേജറിനെ ഞാൻ വിളിച്ച തെറി. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ വെറും കറി. മറിയായി, വറിയായി, കറിയായി, തെറിയായി. ഇനി എന്തെങ്കിലും ഉണ്ടാ? ഞാൻ പറയട്ടാ? എല്ലാം പോട്ട്, അതല്ലല്ലോ പ്രശ്നം. ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കണ ചായ വാഴക്കപ്പോ ആർക്കെടുത്ത് കൊടുക്കും? ചേച്ചി, വാഴക്കപ്പം കൂടുതൽ എന്റെ കാര്യത്തിൽ ഞാൻ കൂടുതലിക്കാം. തീറ്റപ്രാന്തി, കണ്ടിട്ടില്ലാത്ത കണക്ക് വാഴക്കപ്പം. ചേച്ചി, പരിപ്പോട ഉണ്ടാ? ഉണ്ട്. 2 വാഴക്കപ്പത്തിലും പരിപ്പോടയിലും വീണേക്കണം. സന്ദ്രി, ഉഴുന്നോട ഉണ്ട്. ഉഴുന്നോട നിനക്ക് ഇഷ്ടമല്ലേ? നീ എന്തിനാ പൂരിപ്പിക്കണം? സംരംഭം തുടങ്ങാൻ വേണ്ടി ഫോം ഫില്ല് ചെയ്യണ്ടേ? പേരെന്താ ചേച്ചി? സ്പാ. സ്പാ. തടവിലും പിഴിച്ചിലും. ചേച്ചിക്ക് എന്നാലും ഒടുക്കത്തെ ദീർഘവീക്ഷണം തന്നെ. ഇനിയിപ്പോ ഈ സംരംഭം പൊളിഞ്ഞ് നാട്ടിൽ നടി കിട്ടിയാല് നമുക്ക് പുറത്തുപോയി തടവലും ഒഴിച്ചൊന്നും ചെയ്യണ്ടല്ല, ഇവിടെ തന്നെ തടവാ. ജലജ, നീ എന്ത് അടിസ്ഥാനത്തിലാണ് സ്പാ തുടങ്ങാൻ പോണത്? കരിങ്കല്ലിട്ട അടിസ്ഥാനം കെട്ടിയ കെട്ടിടത്തിൽ തന്നെ സ്പാ തുടങ്ങാൻ പോണ. എന്തേ അത് പോരെ അടിസ്ഥാനത്തിന്? എന്റെ പൊന്നു ജലജ കൊച്ചെ, സ്പാ എന്ന് പറയുന്നത് മാന്യതയ്ക്ക് ചേർന്ന കാര്യമല്ല. ഇട്ടിച്ചെന്തിനാണ് ഇടയ്ക്ക് ഗോവയിൽ പോയത്? ഗോവയിൽ കടൽ കാണാൻ പോയത്? കടല് കാണാൻ പോയതിന്റെ ഫോട്ടോ മെമ്മറീസ് ആയിട്ട് ഫേസ്ബുക്കിൽ വന്ന് കിടപ്പുണ്ട്. കുട്ടി നിക്കറൂട്ട് മദാമേരോടാ. നിക്കറ് XXL വാങ്ങിച്ചത്, പക്ഷെ ഇട്ടു വന്നപ്പം X മാത്രമായി പോയി. ജലജ, എന്നെ പോലെ ഹസിൽ, ലോയൽറ്റി ആൻഡ് റെസ്പെക്ട് ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഇടമാണ് ഈ വാപ്ലിമുക്ക്. സ്പാ പോലൊരു സ്ഥാപനം ഈ നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്റെ പൊന്നു ഭാർഗവൻ ചേട്ടാ, നമ്മൾ ഈ സ്പാ തുടങ്ങിയിട്ട് അവിടെ അനാശാസ്യൊന്നുമല്ല കാണിക്കാൻ പോണത്. ആൾക്കാർ സ്ട്രെസ് റിലീഫ് ഒക്കെ ആയിട്ട് വരുമ്പോൾ മസാജ് ചെയ്ത് വിടുക, അതായത് ഉഴിച്ചിലും പിഴിച്ചിലും തടവലും, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമ്മളല്ല ചെയ്യണത്, ഒരു ചൈനക്കാരിയാണ് വന്ന് ചെയ്യണത്. എല്ലാം അവള് നോക്കിയോളും. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. അതിന് നിങ്ങളെ സമ്മതം ആർക്ക് വേണോ? നമ്മൾ ഇന്നോട്ട് സ്പാ സ്റ്റാർട്ട് ചെയ്യാൻ പോവേണ്. വേണ്ടല്ലേ സമ്മതം? എന്റെ കർത്താവിന് എന്തൊക്കെ കാണാൻ കിടക്കണ എന്തോ, എനിക്കൊന്നും കാണാൻ മേല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കാണൂല, സേലത്ത് അടയ്ക്ക പറിക്കാൻ പോണം. പറക്കു, നീ വരണം. ഇല്ല, എനിക്കിന്ന് മേജർ സാഹിബിന്റെ തോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്ട്. അതേ തോക്ക്? അതൊരു തോക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ നോട്ടീസ് എല്ലാരെയും എത്തിക്കണം കേട്ടാ. ശാന്തയെ ഞാൻ ഇവിടെ റിസപ്ഷനിൽ ഇരുന്നോളാം. ചേച്ചി, നിങ്ങൾ എന്തൊരുദ്ദേശത്തിൽ ചേച്ചി അവളെ പിടിച്ചാൽ റിസപ്ഷനിൽ ഇരുത്തിയ? പേരെന്ന് എഴുതാൻ പറഞ്ഞാൽ പോരെന്ന് എഴുതിയിട്ട് പൊരിന്ന് വായിക്കും. 10 കഴിഞ്ഞ 11 വായിക്കാൻ പറഞ്ഞാൽ 1 അവള് വായിക്കണം. അവളെ ഇരുത്തിയതിന് കാര്യമുണ്ട്. സ്പാ ആയതുകൊണ്ട് കുറെ ചൊറിയന്മാര് വരും, അവരെയൊക്കെ അടക്കിയിരുത്താൻ അവളെ കൊണ്ടേ പറ്റൂ. അവളല്ലേ അടക്കി നിർത്താൻ പോണ, അവരെ അടക്കം ഉടനെ ഉണ്ടാവും. അങ്ങനെയൊന്നും പറ്റാതെ ഞാൻ നോക്കിയോളാം. മാക്സിമം കസ്റ്റമേഴ്സിനെ പിടിച്ചോളണം. നിങ്ങൾ അറിയാല്ല, കസ്റ്റമേഴ്സ് കൂടിയ ദിവസം 100 രൂപ വെച്ചാൽ നിങ്ങൾക്ക് കൂലി തരാൻ പോടാ. 100 രൂപയ്ക്ക് ഞങ്ങൾ ഈ പണി മൊത്തം എടുക്കണം. എന്റെ സന്ദ്രി, ഇതൊരു പുതു സംരംഭമാണ്. ആദ്യമേ ലക്ഷങ്ങൾ കൊയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഒന്ന് കൈയിട്ട് വാരിക്കോട്ടെ, ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വാരിക്കോ. ശരി എന്നാ. പിന്നെ പുറം വേദനയുള്ള നാട്ടുകാരെ മൊത്തം റാഞ്ചിക്കൊള്ളണം കേട്ടല്ലേ? പുറം വേദന ഇല്ലാത്തവരെ എങ്ങനെ റാഞ്ചും? ഒരു കല്ലെടുത്ത് നെഞ്ചാങ്കുള്ള പള്ളിക്ക് എറിഞ്ഞ് കയറ്റിയാൽ മതി, എന്നിട്ട് ഈ നോട്ടീസ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞുള്ളൂ, കാലാകാലങ്ങളായി നമ്മൾ ചെയ്തോണ്ട് ഉടായിപ്പോളല്ലേ
നാളൊക്കെയാണ് കേട്ടോ എന്റെ കൂടെ നിന്നിട്ട് ഇതൊന്നും പഠിച്ചില്ല എന്ന് വെച്ചാ. ഞാൻ ശരിയെന്നാ. കുസുമം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയണത് എന്തെന്നറിയാമോ? റബ്ബറല്ലേ? അല്ല, നമ്മള് തോണ്ട വലിപ്പിച്ചിട്ട് പോണ്. വാ, നോട്ടീസ് കൊടുക്കാൻ. എന്റെ കൊച്ചെ മസാജ് എന്നെ ചെയ്യാനുള്ള 2 പേര് അകത്ത് കിടപ്പുണ്ട്. അവർക്ക് എണ്ണ ഇട്ട് നല്ലപോലെ തന്നെ തടവി കൊടുക്കണം. മഷൂക്കത്തു മൈദ. മൈദല്ല, എണ്ണ. എന്തരി കാണിക്കാൻ പോണാ? എന്തരാ ശാന്തു? അവളെ മൈദയും കൊണ്ട് പൊറോട്ട അടിക്കാൻ പോയിട്ടുണ്ട്. പൂട്ടും, ഇപ്പൊ തന്നെ പൂട്ടും. അതൊക്കെ അവള് നോക്കിക്കോളും. പിന്നെ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നാ? ചേച്ചി 2 കസ്റ്റമേഴ്സ് വന്ന് മോഹം കാണിച്ചില്ല. നാണം കൊണ്ടായിരിക്കും. അവരെ ഐ ഡി കാർഡ് വാങ്ങിച്ചാ? ഇല്ല. അത് നീ വാങ്ങിക്കാത്ത? 5000 രൂപയ്ക്ക് വരും 15000 രൂപ എന്ന്. ഐ ഡി കാർഡ് വേണ്ട. അത് തന്നെ വെച്ച് പെട്ടെന്നാവട്ടെ. നാട്ടുകാരെ അറിയണേ മുമ്പേ വീട്ടിൽ എത്താളേ. അവിടെ ഒന്നും പിടിക്കണ്ട. നല്ല കേട്ട പരിചയമുള്ള ശബ്ദം കർത്താവേ. പാർക്കോ ഇതാടാ നിന്റെ സേലത്ത് അടയ്ക്കാൻ പറയേ. അല്ല, സേലത്ത് പോവാൻ വേണ്ടി വണ്ടി കയറിയപ്പോഴേ നടു ഒന്ന് കോച്ചി പിടിച്ച്, പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന്. വൈദ്യനെ കണ്ടാ പോരെയിരുന്ന? ഓ, എന്നാ ചെയ്യാനാടാ ഉവ്വേ, വൈദ്യന്ന് ലീവായിരുന്നു. അല്ല, ഇതാണ് നിന്റെ സാബിന്റെ പുതിയ തോക്കിന്റെ ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം. തോക്ക് പരീക്ഷിച്ചോണ്ടിരുന്നപ്പോഴേ റീകോയില് നെഞ്ചത്ത് വന്നടിച്ച് ഭയങ്കര വേദന, അത് കാണിക്കാൻ വന്നത്. ഡോക്ടറിനെ കാണിച്ചാ പോരായിരുന്നോ? ഡോക്ടറെ ഇന്ന് ലീവ്. കർത്താവ്, ഇന്നെന്തിനും എല്ലാരും കൂട്ടത്തോടെ ലീവ് എടുത്താ? കൊച്ചെ, പെട്ടെന്ന് അവന്റെ ബോഡി ഇട്ട് പിടുങ്ങ്. എന്നിട്ട് വേണം എന്റെ ജിമ്മ് ബോഡി ഇട്ട് നിനക്കൊന്ന് പിടുങ്ങാൻ. മോളെ, ഒരു ചൈന സോങ് കൂടെ സിംഗ് ചെയ്യ. Amati patia, apati ke ku, apati to, apati ke na, apati to, amati cha ku. എന്ത് നിർത്തി കളഞ്ഞ കളി? അമ്മത്തി പാത്തേ, അപ്പത്തി പോന്ന, അപ്പാത്തി. ഞാൻ ഇവിടെ എങ്ങനെ എത്തി കർത്താവേ? എവിടെ പോയടാ നിന്റെയൊക്കെ സംസ്കാരമേ? എന്റെ സംസ്കാരം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. ഭാർഗവ് നിന്റേതാടാ. എന്റെ സംസ്കാരം വഴി വെച്ച് കളഞ്ഞും പോയി. അയ്യോ, താത്താരെ പേരെന്താ? മൈമൂന. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ പഞ്ചായത്തിലുള്ള എന്നെ. നമ്മള് ഗൾഫിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് നാട്ടിലെത്തിയതേ ഉള്ളൂ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഗൾഫിലേക്ക് നിങ്ങളെ സ്പാ ഭയങ്കര ഫേമസ് ആണ്. അതിന് നമ്മള് ഫേമസ് ആവാനേ ഇന്നല്ലേ കൂടെ തുടങ്ങിയോളൂ. പിന്നെ അല്ലാണ്ട് ഇന്ന് തുടങ്ങിയാലും ഫേമസ് ആയില്ലേ, അത് പോരെ? ഓ, അങ്ങനെ. ചേച്ചി, നമുക്ക് ഗൾഫിൽ ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയല്ല? ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട, ബർഗർ തുടങ്ങാം. എനിക്ക് ഫ്രാഞ്ചൈസിയല്ലേ ഉദ്ദേശിച്ച? കസ്റ്റമേഴ്സ് പതുക്കെ പറ. അയ്യാൻ്റെ ഉടക്കും പൈസ ഇതിൻ്റെ അകത്തുണ്ട്, എടുത്തോളൂ. ഇതെന്തോന്ന് കാണിക്കാവും ചെയ്. ഗൾഫിലെ വല്ല പിച്ചക്കാരിയായിരിക്കും. ഗൾഫിൽ നിന്ന് പെട്ടെന്നല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേ നാട്ടിലെത്തുള്ള ഇന്ത്യൻ റുപ്പി ഇല്ല, എല്ലാം ദുബായ് ദിർഹവും സൗദി റിയാലൊക്കെ ഇരിക്കണത്. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോ കൊച്ചുമോന്റെ കാണിക്കാൻ എടുത്തോണ്ടെങ്കിൽ വന്നു. ഓ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്നിരുന്നാൽ കൂടി നീ വക്ക് പൊട്ടിയ കാണിക്കവൻ ഞാൻ എവിടെയോ. മൈമൂനയുടെ ഗൾഫ് അഡ്രസ് ഒന്ന് പറയൂ. എഴുതിയെടുത്തോളൂ. ദുബായ് സ്ട്രീറ്റ്, നിയർ തേമ്പാമൂർ ടെമ്പിൾ, ഗവൺമെന്റ് LP സ്കൂൾ, വാപ്പിളിമുക്ക്, പിൻകോഡ് 695562. രഘു എന്ന മൈമൂന ആയത് നിങ്ങളെ കണ ഭർത്താവല്ലേ ഇത്? ജലജ, എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ചൈനയിൽ പോണത്. അപ്പൊ നടക്കാത്തത് വന്നപ്പോ ഇവിടെ ചൈനക്കാരി ഒന്നും അറിഞ്ഞ് വന്നതാണ്. പറത ഇട്ടോണ്ടാ? ഭർത ഇട്ടാരില്ലെങ്കിൽ ഭർതയ്ക്കുള്ളിൽ നിന്റെ ഭർത്താവ് രഘുവല്ലേ ജലജെ? ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു മസാജ് ആവാല്ലേ? ആവാം, പക്ഷെ ചൈനക്കാരിയുടെ മസാജ് അല്ല, ഈ ഇന്ത്യക്കാരിയുടെ മസാജ്. ഹലോ, ഒരു ആംബുലൻസ് അത്യാവശ്യമായി കുടുംബശ്രീ സ്പായിലോട്ട് വരണം. അതെ, സ്ട്രെച്ചറും നോക്കി വെക്കാൻ പഞ്ഞിയും അത്യാവശ്യമാണ്. എടുക്കാൻ മറക്കല്ലേ. എനിക്കിഷ്ടമായി. വീട്ടിൽ കെട്ടിക്കൊണ്ട് പോട്ടെ നിന്നെ. ഐസ്ക്രീം
ഐസ്ക്രീം ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ വാങ്ങിച്ചു തരാം. എനിക്കൊരമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ പൊന്നു പോലെ നോക്കണം. ചൈനയിൽ നിന്ന് ആരെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സുഭാഷിന്റെ ടെമ്പോ ഏർപ്പാടാക്കി തരാം. പറ, എപ്പോ കല്യാണം? ഉഫ്, ഇനിയിപ്പോ ഇഷ്ടമെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഐ ലവ് യു. സ്പൈഡർമാൻ അല്ല, അനിമോൻ. മോനെ അനി, നീ മസാജിന് വന്നതാ അതാ ഡേറ്റിങ്ങിന് വന്നതാ? ചേച്ചി, ഇവളെ കണ്ടപ്പോഴേ എനിക്ക് എന്റെ പഴയ കാമുകി വത്സലെ ഓർമ്മ വന്നു. അവളും ചൈനക്കാരിയായിരുന്ന? അവള് തോട്ടമുക്കുകാരി. കഴിഞ്ഞ 2 കസ്റ്റമേഴ്സും ഈ സെയിം കഥ തന്നെ പറഞ്ഞത്. അപ്പുപ്പ, ചിറ്റപ്പ, I love you. സ്പൈഡർമാൻ. സ്പൈഡർമാൻ. മസാജ്. മുഖം എന്തുകൊണ്ടാ മറച്ചു വെച്ചിരിക്കുന്നത്? ടവല് കൊണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താ പേര്? എന്തെങ്കിലും എഴുത്. പൂഴത്തെ തെറി എഴുതി വെക്കട്ടാ. ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല മുഖം മറച്ചത്. ഇനി കുറച്ച് ജലദോഷം ഉണ്ടായിരുന്നു. ജലദോഷമുള്ളവർക്ക് ഇവിടെ മസാജ് ചെയ്യുന്നതല്ല. ഞാൻ മസാജ് ചെയ്യാനല്ല സ്പായിലോട്ട് വന്നത്. പിന്നെ സ്പായിൽ എന്താ മലക്കറി വാങ്ങാനാണോ വന്നത്? എവിടെയാ റൂം? ഇവിടെ പെൺകുട്ടിയേ ഉള്ളോ? ആൺകുട്ടികൾ ആരുമില്ലേ മസാജ് ചെയ്യാൻ? ഉണ്ട്, വിളിക്കട്ടാ? വേണ്ട. നല്ല പിള്ള ചമയാൻ നോക്കണം. ഒന്നും ആവല്ല. അയ്യാ, ഒന്നും ആവല്ല. നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? നീ എവിടത്തെ തടവ് കയറിയത്? കൂടെ ചവിട്ടി പിഴയുടെ എന്നെ അങ്ങോട്ട്. അയ്യോ, ഇനിയിപ്പോ എന്തൊരു ചെയ്യും? ചേച്ചേ, ഇപ്പൊ വന്ന കൃതാങ്കനല്ലേ, ഇവളെ മസാജ് തീരെ പിടിക്കല്ല പോലും. അവന് എവളെ മസാജല്ലേ പിടിക്കാത്തേ ഉള്ളൂ. എന്റെ മസാജ് ചിലപ്പോ പിടിക്കും. ശാന്തി, അത് വേണോ? വേണം. ചൈനക്കാരി, നീ എവിടെ പോയി കിടക്കണ്ടേ? പൈസ എണ്ണി കൊടുത്തിട്ട് എവളമാര് അത് ചവിട്ടി തന്നെ തിരുമടി. മോർ പ്രഷർ. എവിടെ പ്രഷർ? എവിടെ പ്രഷറിൽ ഞാൻ ചവിട്ടി തരാടാ. ശാന്ത നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. ഈശ്വര, ഇതുപോലെ ഇങ്ങനെ അങ്ങ് പോണേ. ഈ സംരംഭമെങ്കിലും ഒന്ന് വിജയിച്ച് കാണാൻ വേണ്ടിയാണ്. ചേച്ചി, എന്ത് മുത്തേ, കൃതാങ്കൻ സാറ്റിസ്ഫൈഡ് ആയാ? പക്ഷെ കൃതാങ്കന എനക്കും ആവിയില്ല. സ്പാ മാറ്റിട്ട് നമുക്ക് മോർച്ചറി വല്ലതും തുടങ്ങിയാലേ? ഒരു ബോഡി ഫ്രീ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. പോയി